കഴിഞ്ഞ 4 വർഷമായിട്ട് നടത്തി വരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡ്രൈവേഴ്സ് യൂണിയൻ്റെ കുടുംബസംഗമം, അതായത് ഞങ്ങളുടെ കുടുംബസംഗമവും പിന്നെ പെൻഷനാകുന്നവർക്കുള്ള യാത്രയയപ്പും ഉന്നത മാർക്ക് മേടിച്ച് പല പരീക്ഷകളും പാസ്സായ കുട്ടികൾക്കുള്ള അനുമോദനവും ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് ഇന്ന്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വർഷവും ഞങ്ങളുടെ കുടുംബസംഗമത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. എനിക്ക് ആദ്യമായി 12K വ്യൂസ് കിട്ടിയ ഒരു വീഡിയോയാണ് അത്. എല്ലാവരും നല്ല രീതിയിൽ കണ്ടു. അപ്പോൾ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ പൊന്നൂസ് കണ്ടോ, പൊന്നൂസിനെയും കൊണ്ടുപോകുന്നുണ്ട്. ഇവർ വരുന്നതിനൊരു ഉദ്ദേശമുണ്ട്, അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി തിരുവനന്തപുരത്തെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. 70 രൂപയേ ഉള്ളൂ ഒരു മിനി ടിഫിൻ. അതാണ് ഞങ്ങൾ കഴിച്ചത്. ഒരു ഇഡ്ഡലി, ദോശ, വട, കേസരി, ഒരു പൂരി, ഇങ്ങനെ പിന്നെ ഒരു കാപ്പിയോ ചായയോ ഏതെങ്കിലും ഒന്ന്, അങ്ങനെ അതെല്ലാം കൂടെ ചേർന്ന് ഒരു മിനി ടിഫിനും കഴിച്ച് ഞങ്ങൾ സമയത്ത് തന്നെ അവിടെ എത്തി. തിരുവനന്തപുരം നന്തങ്കോടുള്ള സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എല്ലാ വർഷവും ഞങ്ങൾ ചടങ്ങ് നടത്താറുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ ഇത് 4ാമത്തെ പ്രാവശ്യമാണല്ലോ. ആദ്യമൊക്കെ നല്ല ആളുണ്ടായിരുന്നു. 1ാമത്തെ പ്രാവശ്യം 2ാമത്തെ പ്രാവശ്യമൊക്കെ നല്ലോണം ആളുണ്ടായിരുന്നു. 3ാമതായപ്പോഴത്തേക്ക് കുറച്ചൊന്ന് കുറഞ്ഞു. ഈ വർഷം നല്ല പോലെ ആൾ കുറവായിരുന്നു. കാര്യം അതിന് മുമ്പുള്ള 2-3 ദിവസം കൊണ്ട് നല്ല തകർത്ത് പെയ്യുന്ന മഴയല്ലായിരുന്നു. പിന്നെ അന്ന് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലപോലെ ആൾ കുറവായിരുന്നു. ഇപ്രാവശ്യം 2 ഡ്രൈവർമാരാണ് പെൻഷനാകുന്നത്. അപ്പോൾ അവർക്കുള്ള യാത്രയയപ്പും കുടുംബസംഗമവും ഒക്കെയാണ്. ഞങ്ങൾക്ക് എല്ലാ വർഷവും കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുചേരൽ, അതിനുള്ള അവസരമായിട്ട് ഞങ്ങൾ കഴിവതും ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും സമയത്ത് തന്നെ അവിടെ എത്തി. അപ്പം പൊന്നൂസ് മുത്തശ്ശൻ ഇങ്ങനെ ഓടി നടന്നെല്ലാം ചെയ്യുന്നത് ഭയങ്കര അതിശയത്തോടെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, എല്ലാ വർഷവും ഞങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടികളും മുതിർന്നവരൊക്കെ പാടാനറിയാവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പാട്ട് പാടുകയും അങ്ങനെ കുറേ സമയം പോകും. ഇപ്രാവശ്യം പരിപാടി തുടങ്ങാനും കുറച്ച് താമസിച്ചു. കാര്യം നല്ല മഴയായിരുന്നു. തിരുവനന്തപുരത്തെ മഴയുടെ കാര്യം അറിയാമല്ലോ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിലൊക്കെ വെള്ളവും ഒക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആൾ നല്ലോണം കുറവായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങി. പിന്നെ കുട്ടികളുടെ കലാപരിപാടികൾ ആദ്യവും കാണും, പിന്നെ അവസാനവും കാണും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഉച്ചയൂണോടുകൂടി ഞങ്ങളുടെ പരിപാടികളെല്ലാം അവസാനിക്കും. പിന്നെ യാത്ര അയപ്പ് കൊടുക്കുന്നവരുടെ ഫാമിലി ഫോട്ടോയും പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നുള്ള ഫോട്ടോ, അങ്ങനെ കുറച്ച് ഫോട്ടോ എടുപ്പും ഒക്കെ കൂടെ ആകുമ്പോൾ ആകെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ശരിക്കും ഞങ്ങൾ ആസ്വദിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. കാര്യം നമ്മൾ കുടുംബത്തിനെ കാണാൻ കിട്ടുന്ന അവസരം മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ വർഷത്തിൽ ഈ ഒരു ദിവസം മാത്രമേ ഞങ്ങൾ കാണാറുള്ളൂ. ഡ്രൈവർമാരുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇതിൽ ഓരോരുത്തരായിട്ട് ഇവിടെ പ്രസംഗിക്കാൻ വരുന്നവർ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഫലകങ്ങൾ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഓരോ ആദരവ് കൊടുക്കാറുണ്ട്. അതുപോലെ യാത്രയയപ്പ്, പെൻഷനാവുന്നവർക്കുള്ള യാത്രയയപ്പും. നമ്മുടെ അനാമിയ കുട്ടിയാണ്, ഞങ്ങളുടെ പാട്ടുകാരിയാണ് ഇത് കേട്ടോ. അപ്പോൾ അവൾ ചേച്ചിയുമായിട്ട് ഭയങ്കര കമ്പനിയായി 2 പേരും കൂടെ ഇരുന്ന് കളിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ നേരത്തെ അവിടെ എത്തിയായിരുന്നു. അപ്പോൾ പൊന്നൂസെല്ലാം ഇങ്ങനെ അതിശയത്തോടെ ഇരുന്ന് കാണുവാണ്. അപ്പോൾ നമുക്കിനി വീഡിയോ മുഴുവനായിട്ട് കാണാം. ഞങ്ങളുടെ 2025 സ്നേഹാദരവ്, യാത്രയയപ്പും പിന്നെ കുടുംബസംഗമവും. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. Soy una
10:30 മണിക്ക് ഫംഗ്ഷൻ വച്ചിരുന്നതാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ഫംഗ്ഷൻ താമസിച്ചു. ഈ പരിപാടി നല്ല ഭംഗിയായ ഒരു വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ആ സീറ്റുകൾ മുന്നോട്ട് ക്രമീകരിച്ചിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഒരേ ദിശയിൽ ഒരു മൂലയിലിരിക്കുകയാണ്. ഈ സൈഡിലിരിക്കുന്നവരും കൂടെ ഈ സൈഡിലോട്ടും ഈ സെൻട്രലിലോട്ടും എന്നാൽ മാത്രമേ നമുക്ക് വളരെ ആൾ കുറവാണ്. അപ്പോൾ ആ സദസ്സിനൊരു കാണാനൊരു ഭംഗിയും ഫോട്ടോഷോപ്പിലുള്ള ഒരു ഇതും ഒക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി എല്ലാവരും ഒന്ന് മുന്നോട്ട് സീറ്റ് നമ്മൾ പുറകിലിരുന്ന് ശീലിക്കാതെ മുന്നോട്ടിരുന്ന് വേണം ശീലിക്കാം. നമ്മളെപ്പോഴും പുറകിലോട്ട് പോയാൽ നമ്മൾ പുറകിലോട്ട് പോകാൻ മാത്രമേ ആണ്. ഇപ്പോൾ ഇവിടെ തന്നെ പാടിയതുപോലെ കഴിവുള്ളവരും കഴിവില്ലാത്തവരും എല്ലാവരും പാടുന്നത് പോലെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും മുൻനിരയിലോട്ട് വരിക. ഈ പരിപാടിയുടെ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏക അംഗീകൃത സംഘടന എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രജിത് സാറിനെ ആദരപൂർവ്വം ഈ സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അരുൺകുമാറിനെയും ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഈ കൂട്ടായ്മയുടെ ഈ സദസ്സിൽ അധ്യക്ഷൻ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി കൃഷ്ണൻ നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. സ്റ്റേജിലേക്ക് കടന്നിരിക്കുക. അതുപോലെ നമ്മുടെ വിശിഷ്ട അതിഥികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബഹുമാന്യ പ്രസിഡന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദരണീയ മെമ്പർ കമ്മീഷണർ പ്രകാശ് സാറ് കുറച്ച് മുന്നേ ഇവിടെ വന്നിട്ട് പോയി. സാറ് UPSCയുടെ ഒരു എക്സാമിൻ്റെ കോർഡിനേഷൻ ഓഫീസറാണ്. സാറ് ഈ ഫംഗ്ഷനിൽ വന്ന് ചേർന്നുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. അദ്ദേഹവും എത്തിച്ചേരുന്നതാണ്. ഈശ്വര പ്രാർത്ഥന വേണ്ടി അനാമികയെ ക്ഷണിക്കുന്നു. श्वेतपद्मासनस्थिताय श्वेतवस्त्रविभूषिताय अक्षमालाङ्गहस्ताय वीणाधरी नमो नमः। संगीत साहित्यकुजाय युग्मनेत्र निमेदिताय सुस्मेरवदनचन्द्राय सरस्वतीपादं नमामि। सरस्वतीपादं नमामि। ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് അയ്യപ്പനെ ക്ഷണിക്കുന്നു. സ്വാമി ശർമ്മ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, ഇതിൻ്റെ വിശിഷ്ടരായ നമ്മുടെ സർവീസിൽ നിന്ന് വ്യക്തികളായ അജയ്കുമാർ, ജയരാജൻ, ഇത് നമ്മുടെ 4ാമത്തെ കുടുംബസംഗമമാണ്. കഴിഞ്ഞ 3 പരിപാടികളിൽ നിന്നും നമുക്ക് ലഭിച്ച ഊർജവും വിശ്വാസവുമാണ് ഇത്തരവും വീണ്ടും ഒരുമിച്ച് ചേരാൻ നമുക്ക് കരുത്തായത്. ഒപ്പം നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിനും ഇത് കാരണമായിട്ടുണ്ട്. ഈ വർഷം പിരിഞ്ഞു പോകുന്ന 2 പേർ, ശ്രീ ജയരാജ്, ശ്രീ അജയ്കുമാർ എന്നിവർ നമ്മുടെ എല്ലാ കൂട്ടായ്മയിലും സജീവവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉയർച്ചയ്ക്കുമായി എന്നും പരിശ്രമിച്ചിട്ടുള്ളതുമാണ്. അവർ ഔപചാരികമായി പിരിഞ്ഞുപോയാലും ആ ബന്ധവും സ്നേഹവും തുടരുക തന്നെ ചെയ്യും. ഏതൊരു സ്ഥാപനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും
ജീവനക്കാരുടെ ഒരുമ അത്യാവശ്യമാണ്. അതിലേറ്റവും സുപ്രധാനമായ പങ്ക് വഹിക്കുന്നവർ തന്നെയാണ് ഈ ഡ്രൈവർമാർ. വിശ്വാസം, ശ്രദ്ധ, ഇത് രണ്ടുമാണ് ഡ്രൈവർമാരുടെ കടമ. അത് രണ്ടും വിശ്വസനീയമായ നിലയിൽ നിർവഹിച്ച ശേഷമാണ് ഈ രണ്ടുപേരും പടിയിറങ്ങുന്നത്. അതിനവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒത്തിരി നേട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ബോർഡിൻ്റെ കൂടെ ഒത്തൊരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുന്ന കമ്മീഷനാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരമാണ് നമ്മളിതിനെ കാണുന്നത്. അത് ഞങ്ങളുടെ ആകെ ഹൃദയപൂർവ്വമായ നന്ദിയും ഈ കടയിൽ അറിയിക്കുന്നു. നമ്മുടെ ജോലി തിരക്കിനിടയിൽ സഹപ്രവർത്തകരും അവരുടെ കുടുംബവും ഒരുമിച്ച് ചേരുന്നതിനും എല്ലാവരും പരസ്പരം പരിചയപ്പെടുന്നതിനും അറിയുന്നതിനും ഈ കുടുംബ സംഗമം ഉപകാരപ്രദമാകും എന്നതിൽ തർക്കമില്ല. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഊണും ഉറക്കവുമല്ലാതെ ഡ്രൈവിംഗ് എന്ന ജോലിയിൽ മുഴുകുന്നവർക്ക് ഈ കുടുംബ സംഗമം നമ്മുടെ ജീവിത സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാനും കഴിയും. ഡ്രൈവർമാർ എന്ന നിലയിൽ ജോലി നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ മാത്രം ജീവിതത്തെയല്ല, നമ്മളിൽ വിശ്വാസം അർപ്പിച്ച് നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയും മറ്റുള്ളവരുടെയും ജീവിതം കൂടിയാണ്. മറ്റുള്ളവർ വിവിധ സസ്യകളിൽ ജോലി നോക്കുമ്പോൾ അവർ അവരുടെ കാര്യം മാത്രം ശ്രദ്ധിച്ച് ജോലി ചെയ്താൽ മതിയാകും. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ കണ്ണും കാതും മനസ്സും ശരീരവും ഏറെ ഏകാഗ്രതയോടുകൂടി സൂക്ഷിച്ച് നമ്മുടെ ജീവനപ്പുറം മറ്റുള്ളവരുടെ ജീവന് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ചിന്തയോടു കൂടിയാണ് നമ്മൾ ജോലിക്ക് വരുന്നത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കൃഷ്ണൻപോറ്റിയാണ്. കൃഷ്ണൻപോറ്റിയെ ഈ വേദിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് കുടുംബ സംഘത്തിൻ്റെ പേരിൽ, എൻ്റെ പേരിൽ. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഉദ്ഘാടനത്തിന് കമ്മീഷനാണ് നമ്മൾ ഇന്നത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിക്കുന്നത്. ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ CV പ്രകാശ് സാറാണ്. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് കാലത്തെ ഏറ്റവും പരാതിരഹിതവും ഭക്തജനങ്ങളുടെ കോടികളുടെ പ്രശംസ നേടാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും. അതിനാകെ നേതൃത്വം കൊടുത്ത് നമ്മുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ദർശാൻ സാറിനും അഡ്വക്കേറ്റ് അജികുമാർ, സുന്ദരേശമ്മ പറയുന്നവർ അടങ്ങുന്ന ബോർഡാണ്. ആ ബോർഡിൻ്റെ കൂടെ ഒത്തൊരുമിച്ച് നിന്ന് ദേവസ്വം ബോർഡിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കമ്മീഷണർ ജീവനക്കാരുടെ ദീർഘനാളത്തെ ആഗ്രഹവും ആവശ്യവുമായിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുകയും ജീവനക്കാരുടെ മക്കൾക്കായി പ്രതിഭാ സംഗമം ഉൾപ്പെടെ എത്രയെത്ര പദ്ധതികൾ ഈ കാലയളവിൽ നടത്തുവാൻ ഈ ബോർഡിൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും സാന്നിധ്യം തെളിയിക്കാൻ കമ്മീഷണർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആദരണീയായ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ ഇന്നത്തെ സമയപരിധിക്കിടയിലും ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിനെ ഈ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പ്രശാന്ത് സാറ്, അജിത് സാർ മെമ്പർ, ചീഫ് എഞ്ചിനീയർ രഞ്ജിത് ശേഖർ സാർ, അതുപോലെ തന്നെ സെക്രട്ടറി ബിന്ദു സാർ, ഇവരെല്ലാവരും പരിപാടിക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സംഘടന തിരുവിതാംകൂർ എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രജിത് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ സാർ അവിടെ എത്തിയിട്ടുണ്ട്. അരുൺകുമാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ EO അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിജയമോഹൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിന്നും പിരിയുന്ന നമ്മുടെ പെൻഷൻ പറ്റി പിരിയുന്ന അജിയാണ്. എന്ത് പറഞ്ഞാലും നമുക്ക് വാക്കുകളില്ല അജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ. അജിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ജയരാജ് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജയരാജനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് ബസ് സെക്ഷനിൽ ഇപ്പോൾ ചാർജ് വഹിക്കുന്ന രാജേഷ്. നമ്മുടെ ഏത് കാര്യത്തിനും എന്ത് ആവശ്യത്തിനും നമ്മളോടൊപ്പം നിൽക്കുന്ന രാജേഷിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും.
ഇനി അടുത്തതായി സ്വാഗതം പറയേണ്ടത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പൂർവ്വ സീനിയർ ഡ്രൈവർമാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഒന്ന് അനിയണ്ണ ഇരിപ്പുണ്ട്, രാപ്പള്ളി ഗിരീശൻ, ഒരുപാടുണ്ട്, സതീഷ്, രവി, ഇനിയും വരാനുണ്ട്, ശ്രീകുമാറുണ്ട്, ഇനിയും ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കും. നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സഹപ്രവർത്തകർ, അതുപോലെ രാജ്യത്തിന് വേണ്ടി അവർക്ക് ആദരാജ്ഞയും അനുശോചനവും അറിയിക്കുന്നതിന് വേണ്ടി രാജേഷിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ആദരണീയ അധ്യക്ഷൻ നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ആരാധനായ അരുൺകുമാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയകരായ കുടുംബാംഗങ്ങളെ, ഞാനൊരു ഡ്രൈവറല്ല എങ്കിലും അന്നു മുതൽ ഇന്ന് വരെ നിങ്ങളോടൊപ്പം എല്ലാ സംഘടനകൾക്കും കുടുംബസംഗമത്തിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ ആ ഒരു ഇതിൽ കണ്ടതിന് ആദ്യം ഈ സംഘടനയോട് നന്ദി പറയുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മ കഴിഞ്ഞ 4 വർഷങ്ങൾ നല്ല രീതിയിൽ നടന്നുപോയി കാലത്തെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയങ്കരായ നമ്മുടെ ഡ്രൈവർമാരായിരുന്ന രാകേഷ്, ഉദയകുമാർ, ശശാങ്കൻ, അജയകുമാർ, വേണുപോറ്റി, പിന്നെ നമ്മുടെ അയ്യപ്പൻ നായരുടെ അച്ഛൻ ശ്രീധരൻ നായർ, പെന്നാർ മധുവിൻ്റെ പിതാവ് രാമചന്ദ്രൻ, പിന്നെ പൽഹാം ആക്രമണത്തിൽ നമ്മെ വിട്ട് നമ്മുടെ ഭാരതീയരായ ആൾക്കാർ, അതിന് ശേഷമുണ്ടായ യുദ്ധത്തിൽ നമ്മെ വിട്ട് പിരിഞ്ഞ ജവാന്മാർ തുടങ്ങി എല്ലാവർക്കും ഈ യോഗം അനുശോചനം രേഖപ്പെടുത്തി. ഈ കൂട്ടായ്മയിൽ 4 വർഷമായി തുടങ്ങിയിട്ട് എല്ലാവരും ഇതിൽ സഹകരിക്കുന്നതിലും നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരാൾ വന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അസൗകര്യമായിരിക്കും, പക്ഷേ അത് എല്ലാവരും വന്നില്ല, അതെന്താ വരാനെന്ന് ചോദിക്കുന്നു. ചില അസൗകര്യങ്ങളുണ്ട്, എങ്കിലും നമ്മളുടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പേര് സഹകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാ കാര്യത്തിനും പ്രജിത് സാറ് നമ്മുടെ കൂടെ ഉണ്ട്, പ്രജിത് സാറുണ്ട്, അരുൺ സാറുണ്ട്, അയ്യപ്പനുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ കാര്യങ്ങൾ പറയുമ്പം എന്താ വരാഞ്ഞെന്ന് ചോദിക്കുന്നെന്നുള്ളതല്ലാതെ വളരെ റിസ്ക് എടുത്ത് വന്നവരും ഇവിടെ ഉണ്ട്. അപ്പം നമുക്കത് നമ്മളാരെയും കണ്ടില്ല എന്നല്ല, എല്ലാവരും വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ മഴയുടെയൊക്കെ അസൗകര്യം കൊണ്ടാണ്, അല്ലെങ്കിൽ വന്നതിന്, അല്ലാതെ പ്രത്യേകിച്ച് ഇവരെ ഒന്നും പറയാനില്ല. പ്രജിത് സാറ് വേണ്ടത്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രജിത് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ഉദ്ഘാടന പ്രസംഗം നടന്നതിന് വേണ്ടി പ്രജിത് സാറിനെ ക്ഷണിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി നോക്കുന്ന ഡ്രൈവർമാരുടെ കൂട്ടായ്മയുടെ പരിണിത ഫലമായി ഇവിടെ 4 വർഷം ആയിട്ട് സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമത്തിൻ്റെ ഈ മഹനീയമായ യോഗം ഔപചാരികപരമായി അധ്യക്ഷത പദം അലങ്കരിക്കുന്ന ശ്രീ കൃഷ്ണൻ പോറ്റി, സ്വാഗത പ്രാസംഗികനായ എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ അയ്യപ്പൻ, വേദിയിലിരിക്കുന്ന ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ സഖാവ് അരുൺകുമാർ,
അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും 31/5/2025 വിരമിക്കുന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ അജികുമാർ, അതോടൊപ്പം ശ്രീ ജയരാജ്, നമ്മുടെ ഈ ഡ്രൈവർമാരുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സംഘടനയുടെ തന്നെ ഉള്ളൂർ ഗ്രൂപ്പിൻ്റെ പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീ രാജേഷ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എന്നെ ക്ഷണിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരുടെ പൊതുവായ അംഗീകൃത സംഘടനയുടെ അധ്യക്ഷ എന്ന പദവിയിൽ തന്നെ എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് എല്ലാ കാറ്റഗറിയിലുള്ളവരുടെയും കൂട്ടായ്മയാണ് നമ്മുടെ സംഘടന. ഒറ്റപ്പെട്ട കാറ്റഗറിയുടെ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കേണ്ടതും ആവശ്യമാണ്. അത് ക്ഷണിക്കേണ്ടതും വരേണ്ടതും നമ്മുടെ അത്യാവശ്യമാണ്. ഞങ്ങളുടെ സംഘടന അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ഒരു പൊതുവായ ഒരു തീരുമാനമുള്ളത്, വിവിധ രാഷ്ട്രീയ കാഴ്ചപ്പാടിലുള്ള വിവിധ സംഘടനയിലുള്ള അംഗങ്ങൾ ചേർന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ. അപ്പോൾ ഏക അംഗീകൃത സംഘടനയായി ഞങ്ങൾ അധികാരത്തിൽ വന്ന ആ നിമിഷം മുതൽ ഞങ്ങൾക്ക് എന്തു പ്രത്യയശാസ്ത്രമുണ്ടോ, എന്ത് വിശ്വാസമുണ്ടോ അതിലൊക്കെ ഉപരിയായി എല്ലാ സംഘടനയിൽപ്പെട്ട മുഴുവൻ ജീവനക്കാരെയും ഹൃദയത്തോട് ചേർക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ സംഘടന വച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സംഘടനയിൽ സമീപിക്കുന്ന ആരെയും തന്നെ വ്യത്യസ്ത മനോഭാവത്തോടെ കാണിക്കുന്നില്ല എന്ന ഒരു അഭിപ്രായമാണ് സംഘടനയ്ക്ക് വേണ്ടി എനിക്കിവിടെ പറയാനുള്ളത്. സംഘടനാപരമായ പ്രോഗ്രാം അല്ലാത്തതിനാൽ ഇനി സംഘടനയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ സംസാരിക്കുവാനോ ആഗ്രഹമില്ല. പൊതുവായ കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹം. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഡ്രൈവർമാർ ഞങ്ങൾ ഈ പുതിയ ബോർഡ് വന്നതിന് ശേഷം നടത്തിയ ഒരു ചർച്ചയിൽ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടും മെമ്പർമാരോടും പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ഇവിടെ 15ഓളം വാഹനങ്ങൾ 15 വർഷത്തിനപ്പുറം പഴക്കത്തിലോട്ട് എത്തുകയാണെന്നും അതിൻ്റെ മുന്നിലിരുന്ന് ആ വാഹനത്തെ നയിക്കുന്ന തേരാളിയായ ഡ്രൈവർമാർ പുറകിലിരിക്കുന്ന ഓഫീസർമാരുടെ ജീവനും കൂടി വഹിച്ചുകൊണ്ടു പോകുന്നവരാണെന്നും ആധുനിക തരത്തിലുള്ള ബെൽറ്റ് സൗകര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയുള്ള മീഡിയം റേഞ്ചിലുള്ള വാഹനങ്ങൾ വാങ്ങി ഡ്രൈവർമാരെ ഏൽപ്പിക്കണമെന്ന ഒരു അഭ്യർത്ഥന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടത്തുകയും ഒരു 7-8ഓളം അല്ലെങ്കിൽ 10ഓളം പുതിയ വാഹനങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്താകം വരികയും ചെയ്തു. അത് നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഈ സംഘടന ഇടപെട്ടു എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായി ഓർമ്മിക്കുന്നത്, കഴിഞ്ഞ അനന്തഗോപൻ സാറിൻ്റെ ബോർഡിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഡ്രൈവർമാരായി ഒരാൾ പ്രവേശനം നടത്തിയാൽ ആ ഒരു തസ്തികൾക്ക് മാത്രം യാതൊരുവിധ തസ്തിക മാറ്റമോ പ്രമോഷനോ ഇല്ലാത്ത അവസ്ഥയുണ്ട്. മറ്റുള്ള വിവിധ ലാവണങ്ങളിൽ ഒരു LD ക്ലർക്കായാലും ഒരു അമ്പലത്തിലെ കഴകമായാലും അവരുടെ സർവീസിൽ കടന്നുപോകുന്ന വർഷങ്ങളിൽ അവർക്ക് തസ്തിക മാറ്റം പോലുള്ള മാറ്റങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ ബോർഡിൽ ഡ്രൈവർമാർക്ക് തസ്തിക മാറ്റം നൽകാം എന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും നിശ്ചിതമായ ശതമാനം അതിൽ പറയാത്ത സാഹചര്യത്തിൽ ഇന്നും ബാലികേല മലയായി തന്നെ അത് പോകുന്നു. ഞാൻ പൂർണ്ണമായും ഉറപ്പു ചെയ്യാം, നമ്മുടെ സംഘടനയ്ക്ക് ഡ്രൈവർമാരെയും അവർ ആഗ്രഹിക്കുന്ന പൊസിഷനിലോട്ട് എത്തിക്കണം എന്ന തീരുമാനം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ റൂളിൻ്റെ ഭേദഗതികൾ മാറ്റം വരുന്നതിന് വേണ്ട നടപടികളുമായി നമ്മളും പോകുന്നു, നിങ്ങളും പോകുന്നു. അതോടൊപ്പം ആ തസ്തിക മാറ്റം നടപ്പിലാക്കുന്നതിന് ഈ സംഘടന എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നും ഈ അവസരത്തിൽ ഓർമ്മിക്കുക. പിന്നെ നമ്മളെ ഡ്രൈവർമാരിൽ നിന്നും ഇന്ന് ഇവിടെ പിരിഞ്ഞു പോകുന്നതാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് നമ്മൾ നിത്യവും അല്ലെങ്കിൽ മാസവുമുള്ള പ്രവർത്തനത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് 100, 300, 400 ജീവനക്കാരുമായിട്ടാണ് നമ്മൾ കൂടുതലും സംവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷെ 4300ഓളം ക്ഷേത്ര ജീവനക്കാരും ഇതര ജീവനക്കാരുമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നമ്മളെന്താണ്, നമ്മളെ വീക്ഷിക്കുന്നവർ, നമ്മുടെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുന്നവർ, നമ്മുടെ ശരിയും തെറ്റും വേർതിരിക്കുന്നവർ, നമ്മളറിയാതെ മനസ്സിലാക്കുന്ന 4000ഓളം ജീവനക്കാർ പുറകിലുണ്ടെന്ന ബോധമാണ് നമ്മൾ. കണ്ണടച്ചുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്താൽ, കണ്ണു തുറന്നു തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ സംരക്ഷിച്ചാൽ, കണ്ണു തുറന്ന് മനസ്സ് തുറന്നിരിക്കുന്ന ഒരു വിഭാഗം നമ്മളെ എതിർക്കപ്പെടുമെന്നും ആ എതിർക്കപ്പെടുകയിൽ നിന്ന് നമുക്കൊരിക്കലും മോചനം ലഭിക്കില്ലെന്നുമാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് പറയാം. അപ്പോൾ നമ്മൾ ഡ്രൈവർമാരിൽ ഒരു പ്രധാനപ്പെട്ട ആൾ ശ്രീ അജിച്ചേട്ടനാണ് ഇന്ന് റിട്ടയർഡ് ആവുന്നത്. ഒരു ചിരിയുടെ മുഖമായിട്ട് മാത്രമേ അദ്ദേഹത്തിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. വേറൊരു വൈകാരികയുള്ള ഒരു സ്വഭാവക്കാരനായിട്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല.
അപ്പം അദ്ദേഹത്തിനും സ്വാഭാവികമായിട്ട് ഈ ആദരവ് കൊടുക്കുന്നതിൽ അഭിമാനമായിട്ട് തന്നെയാണ് നമ്മളെല്ലാം കാണുന്നത്. അതോടെ തന്നെ ശ്രീ ജയരാജ്, ഒരു ഘട്ടത്തിൽ ജയരാജ് എൻ്റെ കൂടിയും ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും ഒരു സാമാന്യമായ കാഴ്ചപ്പാടുകളോടുകൂടി മുന്നോട്ട് പോകുന്ന ആളാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ യോഗത്തിന് വേണ്ടി ഞാൻ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. അവരുടെ ശിഷ്ടകാലം സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമാക്കി മാറ്റിവെക്കുവാൻ അവരെ കുടുംബം അവരെ അനുവദിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ കൂട്ടായ്മ, ഡ്രൈവർമാരുടെ കൂട്ടായ്മ, അതൊരു മാതൃകാപരമായ കൂട്ടായ്മയാണ്. അവർ ഈ ഡ്രൈവർമാരെ സംബന്ധിച്ച്, അവരെ തൊഴിൽ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ, രണ്ട് ഡ്രൈവർമാർ സുഹൃത്തുക്കളാണെങ്കിൽ അവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടാൻ ചിലപ്പോൾ ഒരു മാസമെങ്കിലും എടുക്കും. കാര്യം ഒരു ഡ്രൈവർ വാഹനത്തിൽ പോകുമ്പോൾ അടുത്ത ഡ്രൈവർ വാഹനത്തിൽ വേറെ വാഹനത്തിലായിരിക്കും പോകുന്നത്. എന്ന് പറഞ്ഞാൽ ബിജോദും അയ്യപ്പനും തമ്മിൽ കൂട്ടിമുട്ടാൻ ചിലപ്പം ഒരാഴ്ചയൊക്കെ എടുക്കും. അവർ രണ്ടുപേരും ഇവിടെയാണ് ജോലിയെങ്കിലും അവർ രണ്ടുപേരും രണ്ട് ഓഫീസർമാരുടെ കൂടെയാണ്. പിന്നെ അവരുടെ ജീവിത നിലവാരം, അവരുടെ വീട്ടുകാരുടെ ഒരു റിസ്ക്, ഒരു ഡ്രൈവറെ സംബന്ധിച്ച് അവരുടെ സ്വതന്ത്ര അഭിപ്രായത്തിലൂടെ അവർക്ക് ഒരിക്കലും നീങ്ങാൻ പറ്റില്ല അവരുടെ ജീവിതം. കാര്യം അവരുടെ വാഹനം അവർക്ക് ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഉടൻ തന്നെ ഒരു ലീവ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ളൊരു ജോലിയാണ്. അത്രയും റിസ്ക് ഉള്ള ഒരു ജോലിയാണ് ഡ്രൈവർ സമൂഹം. നിങ്ങൾ തന്നെ അത് ശ്രദ്ധിച്ച് കണ്ടോണ്ടില്ല. നമുക്ക് പ്രധാനപ്പെട്ട കുടുംബത്തിലൊരു ചടങ്ങൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ ഡ്രൈവർ ജോലി ചെയ്യുന്ന ഈ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഓഫീസറുമായിട്ട് എവിടെയെങ്കിലും ഇൻസ്പെക്ഷനോ വിജിലൻസ് സംവിധാനത്തിനോ വേണ്ടി പോയിട്ട്, അപ്പോൾ എല്ലാം മാറ്റിവെക്കുന്ന ഒരവസ്ഥ അല്ലേ? കൃത്യതയോടുകൂടിയുള്ള യാത്ര, സുരക്ഷ, എപ്പോഴും മനസ്സും ശരീരവും ഒരേപോലെ നിയന്ത്രിച്ചു കൊണ്ടുപോയാലേ ഒരു ഡ്രൈവറുടെ കർത്തവ്യം എന്ത് ചെയ്യാൻ പറ്റും, അത് അവസാനിപ്പിക്കാൻ പറ്റും. അല്ലാതെ വെറും ഒരു ലൈസൻസ് മാത്രം വെച്ചുകൊണ്ട് ആ തസ്തിക വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ ജോലി ചെയ്യും, നമ്മുടെ ആരോഗ്യം, ഡ്രൈവർമാരുടെ ആരോഗ്യം, ഡ്രൈവർമാരുടെ ടൈം, ഇതെല്ലാം സൂക്ഷിച്ച് വളരെ കൃത്യതയോടുകൂടി പോയാൽ മാത്രമേ അവർക്ക് ഭംഗിയായി അവരുടെ കൃത്യനിർവഹണങ്ങൾ നടത്താൻ പറ്റൂ. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് 4ാമത്തതാണ്. ഇനിയും ഇതുപോലത്തെ കുറച്ചും കൂടി വിപുലമായിട്ടുള്ള പ്രോഗ്രാമുകൾ, കലാപരിപാടികൾ സംഘടിപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഡ്രൈവർമാരുടെ മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഇവർ സ്നേഹാദരവ് കൊടുക്കുന്നുവെങ്കിൽ അതിനും അവരുടേതായിട്ടുള്ള ഒരു അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട്, മാത്രമല്ല ഈ യോഗത്തിനെ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റത് ആരാധ്യനായ ദേവസ്വം ബോർഡ് കമ്മീഷണറാണ്. അദ്ദേഹം നേരത്തെ വന്നിട്ട് പോയി, ചില ഔദ്യോഗിക തിരക്കുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയും അനുഗ്രഹത്തോടു കൂടിയും ഈ മഹനീയമായ മംഗളകർമ്മം ഔപചാരികപരമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. ഞാനധികം ബോറടിപ്പിക്കുന്ന വസ്ത്രമൊന്നും പറയുന്നില്ല, എങ്കിലും 2 വാക്ക് പറയാതിരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് വേദിയിൽ അധ്യക്ഷൻ കൃഷ്ണൻ നമ്പൂതിരി സാർ, യൂണിയന്റെ കോൺഫറൻസിന്റെ സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ, അയ്യപ്പൻ, ഇന്ന് ഈ ആദരവ് സംഘടിപ്പിച്ചത് എൻ്റെ സ്നേഹിതൻ അജികുമാർ, 31-ാം തീയതി അജികുമാറും ജയരാജും 31-ാം തീയതി റിട്ടയർമെന്റ് ആവുകയാണ്. എനിക്ക് നമ്മുടെ ഒരു ആദ്യം നടത്തിയ ആ കൂട്ടായ്മയുടെ സദസ്സ് വളരെ പ്രൗഢമായിരുന്നു. രണ്ടാമതും അതുപോലെ വീണ്ടും അതിനെന്തോ ഏറ്റക്കുറച്ച് കുറഞ്ഞു വന്നു. നമ്മുടെ ഈ ഒരു സംരംഭം, അതായത് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് മറ്റൊന്നിനും കൊണ്ടല്ല. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അഴിച്ചുതള്ളി മുതൽ ഡെപ്യൂട്ടി കമ്മീഷണർമാർ വരെയുള്ളവരെല്ലാം ഒന്നാണ് എന്നുള്ള ചിന്താഗതിക്കാരാണ് നാം എല്ലാവരും. എന്നിരുന്നാലും ഈ ഒരു കൂട്ടായ്മയുടെ ആവശ്യം ഉണ്ട് എന്ന് ചില ഘട്ടങ്ങളിൽ തോന്നിയത് കൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മ തീരുമാനമെടുത്തത്. കാരണം നമ്മുടെ കുടുംബാംഗങ്ങളായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും ശരി, ഒരു ഫംഗ്ഷന് നമുക്കത് എൻജോയ് ചെയ്യാൻ കഴിയില്ല. ആ എൻജോയ് ചെയ്യാൻ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഓരോ ഫംഗ്ഷനും നമ്മുടെ കുട്ടികളായിരുന്നാലും കുടുംബാംഗങ്ങളായിരുന്നാലും ശരി, അവരുടെ കലാവാസനകൾ പ്രകടിപ്പിക്കുകയും ആ മാനസികമായുള്ള ടെൻഷൻ പലതും നമുക്ക് ഒന്നായി പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ ഒരു ലക്ഷ്യമായിരുന്നു നമുക്കുണ്ടായത്. അത് ഏകദേശം പൂർത്തീകരണത്തിൽ തന്നെയായിരുന്നു, നല്ല രീതിയിലായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ആയി പോകുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എന്താ പറയുക, നമുക്ക് മനുഷ്യസഹജമായുള്ള ചില ഒരു കുറവുകളുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ചന്ദ്രമോഹനായിരുന്നാലും കൃഷ്ണൻ നമ്പൂതിരിയായിരുന്നാലും ഇപ്പം വിജയനായിരുന്നാലും ആരായിരുന്നാലും ശരിയല്ല, നമ്മളെല്ലാം ഒന്നാണ്. നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂട്ടി അറിയിച്ചുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുക.
പൂർണ്ണമായും പിരിച്ചുവിട്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ പോലും അല്ല നമ്മളെ ജോലി ചെയ്യിച്ചത്. ചീഫ് എഞ്ചിനീയർ 34 പെൻഷനായി പോകുന്ന ഞങ്ങളുടെ സുഹൃത്ത് അജയ് ആദരിക്കുന്നതിനും വേണ്ടി പ്രജിത്ത് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ വളരെ നാൾ നമ്മൾ വളരെ ആത്മാർത്ഥതയോട് ഒത്തൊരുമയോടുകൂടി ദീർഘകാലം ജോലി ചെയ്തിരുന്ന ഗാന്ധി എന്ന് ഞങ്ങൾ വിളിക്കുന്ന അജയ്കുമാർ ഞങ്ങളിൽ നിന്ന് വിട്ട് പിരിഞ്ഞുപോയ അജയ്കുമാറിൻ്റെ വൈഫും മോളും ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരെയും ഞങ്ങൾ ഈ കൂട്ടായ്മയുടെ പേര് സ്റ്റേജിലേക്ക് ക്ഷണിക്കും. പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രീമതി ഗ്രീഷ്മയ്ക്ക് ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ സ്നേഹാദരവ് നൽകുന്നതിന് വേണ്ടി പ്രജിത്ത് സാറിനെ ക്ഷണിക്കുന്നു. ഇവിടെ കൃഷ്ണൻ നമ്പൂതിരിയുടെ മകളാണ്. മോക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സോറി, ബി എഡ് ആണ്. ഞാൻ ബിടെക് എന്നാണ് പറഞ്ഞത്. സോറി. ബിടെക് കമ്പ്യൂട്ടർ സയൻസിൽ ഉന്നത വിജയം നേടിയ ആകാശ് അനിൽകുമാറിൻ്റെ മോനാണ്. മോനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. ഉന്നത വിജയം കരസ്ഥമാക്കിയ വൈഷ്ണവി ഇവിടെ വിശാലിൻ്റെ മോളാണ്. ഡ്രൈവർ വിശാലിൻ്റെ വന്നിട്ടില്ല. ഇത് 2025 CBSE 10ാം ക്ലാസ് ഉന്നത വിജയം നേടിയ അനശ്വർ അയ്യപ്പൻ്റെ മോൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി പ്രീതി സാറിനെ ക്ഷണിക്കും. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അനാമിക R. സുരേഷ് ദേവസ്വം കമ്മീഷണർ ഡ്രൈവറാണ്. മോളത്താണ്. മോൾ സ്റ്റേജിലേക്ക് ഇവിടെ സുരേഷിൻ്റെ മകളാണ്. അച്ഛനെയും ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഇനിയും ഉന്നതിയിലെത്തട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി രാജേഷിനെ ക്ഷണിക്കുന്നു. എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളാണ് നമ്മുടെ രാജേഷ്. നമ്മോടൊപ്പം തന്നെ, നമ്മുടെ സഹപ്രവർത്തകരെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി പ്രീതി സാറിനെ ക്ഷണിക്കുന്നു.
മറുപടി പ്രസംഗത്തിന് വേണ്ടി അജികുമാറിനെ ക്ഷണിക്കുന്നു. ഈ വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇങ്ങനൊരു പുസ്തകം നടത്തി ഉള്ള പരിചയമൊന്നുമില്ല. വട്ടം കയ്യിലെല്ലാം കൊണ്ടുപോകും. പിന്നെ 2003 സർവീസിൽ കയറി. ഇതുവരെയും ഒരു മോശ നടപടിക്കും ഇടയുണ്ടാക്കാതെ സർവീസിൽ നിന്ന് വിരമിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം നന്ദിയുണ്ട്. അതിന് സഹായിച്ചിട്ടുണ്ട്. മറ്റ്